ഹലോ ഗായ്സ്, എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിതവിടെ സുഖമായിട്ട് അടിപൊളിയായിട്ടൊക്കെ പോകുന്നു. എല്ലാവർക്കും റംദാൻ കരീം. അപ്പോൾ ഇന്നതാ 18ാമത്തെ നോമ്പ് ആയിട്ടുണ്ട് അല്ലേ? എത്ര പെട്ടെന്നല്ലേ നോമ്പൊക്കെ പോകുന്നത്. ഇന്ന് വേറെ സ്പെഷ്യാലിറ്റിയും കൂടി ഉണ്ട്. ഇന്ന് ഷോപ്പിൽ നോമ്പ് തുറപ്പിക്കുന്ന ഒരു ദിവസമാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള കുറച്ച് സ്പെഷ്യൽ ഐറ്റംസും കൂടി ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ ഫസ്റ്റ് തന്നെ പോയത് നെസ്റ്റോയിലേക്കാണ്. ഗോകുലം മാളിലെ നെസ്റ്റോയിൽ പോയി ഷോപ്പിങ്ങും സാധനങ്ങളും ഇന്ന് വേണ്ടി സാമഗ്രികൾ ഉണ്ടാക്കാനുള്ള സംഭവങ്ങളും പച്ചക്കറി സാധനം. പിന്നെ അവിടെ നിന്ന് നേരെ പിന്നെ ടൗണിലേക്കാണ് പോയത്. ചിക്കൻ വാങ്ങണം. ചിക്കൻ വാങ്ങുമ്പോൾ സെലക്ട് ചെയ്തിട്ട് തന്നെ വാങ്ങണം. കാരണം കുഞ്ഞു കോഴിയാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ നിറയ്ക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ നിറയ്ക്കുന്നതിന് ചെറിയ കോഴി അല്ലെങ്കിൽ സ്പ്രിങ് ആണ് ഏറ്റവും നല്ലത്. അല്ലാണ്ട് വലിയ ബ്രോയിലർ കോഴി വാങ്ങിക്കഴിഞ്ഞാൽ വലിയ മസാല കാര്യങ്ങളൊന്നും ഉള്ളോട്ട് പിടിക്കില്ല. നല്ല കുക്കിംഗ് ടൈമുമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള സ്പ്രിങ് അല്ലെങ്കിൽ ചെറിയ കുട്ടി കോഴി ഉണ്ടെങ്കിൽ അതാണ് ബെറ്റർ. അപ്പം അതൊക്കെ വാങ്ങാൻ വേണ്ടി പോയപ്പോഴാണ് അവിടെ അടുത്തുള്ളൊരു ഷോപ്പിൽ ഇതാ ഷൂട്ടിങ് നടക്കുന്നത്. എന്തിൻ്റെ ഷൂട്ടിങ്ങാണെന്നറിയില്ല, ബട്ട് അവിടെ നമ്മളെ ഇംഗ്ലീഷ് കഫേത്തെ ഹരി ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരം ഞാൻ സൂം ചെയ്ത് നോക്കുകയാണ്. ഇനിയിപ്പോൾ ഇംഗ്ലീഷ് കഫേൻ്റെതാണോ എന്നറിയണമല്ലോ. വേറെ ആരും കാണണമെന്നില്ല. അപ്പം പിന്നെ ഞാൻ കുറച്ച് നേരം സൂം ചെയ്ത് അതൊക്കെ നോക്കി ഇങ്ങനെ കുത്തിന്ന് ഓരോ വീഡിയോ എടുക്കുന്നതൊക്കെ നോക്കി നേരെ പിന്നെ വീട്ടിലേക്കാണ് വന്നത്. പിന്നെ വീട്ടിൽ വന്നു, ഫ്രഷ് ആയാലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇതാണിപ്പോൾ ഞാൻ റീസെൻ്റായിട്ട് ഒരു 1 വീക്കായിട്ട് യൂസ് ചെയ്യുന്ന ഷാമ്പു. 1 വീക്കായിട്ടുള്ളൂ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. റിവ്യൂ പറയാനായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. കുഴപ്പമില്ല, എന്നാലും ഇതുവരെ യൂസ് ചെയ്ത് കുറച്ച് ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ബെറ്റർ റിസൾട്ട് തോന്നി. എന്തായാലും യൂസ് ചെയ്തിട്ട് കൂടുതൽ റിവ്യൂസ് കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പെട്ടെന്നൊന്നും സഡുകുട്ടയും നനങ്ങാണ്ട് ക്ലീനിങ്ങും പരിപാടികളൊക്കെ തീർക്കണം. കാരണം 12 മണിയാകുമ്പോൾ ട്യൂഷൻ ഉണ്ട്. ട്യൂഷൻ എടുത്ത് കഴിഞ്ഞ് നമുക്കത് കഴിഞ്ഞിട്ട് വേണം കുക്കിങ് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ട്യൂഷൻ ഉള്ളതുകൊണ്ട് ഇപ്പം എക്സാം കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് അതെന്തായാലും മാറ്റി വെക്കാനോ ലീവ് കൊടുക്കാനോ എന്തായാലും പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ പണി തീർത്ത് കഴിഞ്ഞാൽ ട്യൂഷനും കാര്യങ്ങളൊക്കെ വേഗം തീർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഉമ്മനെ ഹെൽപ്പ് ചെയ്യാൻ പോകണം. പോകുമ്പോൾ ഓൾറെഡി പണികളൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ നമ്മളെ മഹാവ്യക്തി കൂടിയുള്ള സ്ഥിതിക്ക് പിന്നെ വലിയ കുഴപ്പമില്ല. അന്ന് കുറച്ച് ഹെൽപ്പ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ട്യൂഷൻ്റെക്ക് എന്തായാലും ക്ലാസ് മിസ് ചെയ്യാൻ പറ്റില്ല. കാരണം എക്സാം കാര്യങ്ങളാണ്. നിങ്ങളൊരു പാരൻസ് ആകുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ ചിന്തിക്കുക. അപ്പം അതവിടെ കേട്ടെ. അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ പണികളൊക്കെ കാര്യങ്ങളൊക്കെ തീർത്തു. ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ട്യൂഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും ബേസ് ക്ലാസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. പിന്നെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നേരെ കിച്ചണിലേക്ക് വന്നപ്പോൾ നമ്മളെ കോഴി നിറയ്ക്കുന്ന പരിപാടികളൊക്കെ സെറ്റായിട്ടുണ്ട്. ഇത് പിന്നെ എനിക്കപ്പം ക്ലാസ്സിൻ്റെ ഇടയിൽ വന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, അതിനെക്കൊണ്ട് അത് പറ്റിയിട്ടില്ല. അപ്പം ആർക്കെങ്കിലും റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റിൽ അറിയിച്ചാൽ മതി. എന്തായാലും റെസിപ്പി ആയിട്ട് വേറൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ പണികളൊക്കെ ഇനി തുടങ്ങാൻ പോകുന്നതുള്ളൂ. നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഇന്നത്തെ ഫുഡ് കാര്യങ്ങൾ വേറെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. സ്നാക്സ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ട്. പിന്നെ കണച്ചത്തിരിയും കോഴി നിറച്ചതാണ് കൊണ്ടുപോകണത്. അപ്പം അതിനുള്ള കണച്ചത്തിരിക്കുള്ള മാവ് കുഴക്കലും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് കുഴച്ച് സെറ്റാക്കി വെച്ച് ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് സ്ലോലി സ്റ്റാർട്ട് ചെയ്താൽ മതി ആ പണികൾ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു 2 മണി ആയപ്പോൾ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് ഇനി നോമ്പ് തുറക്കാനുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കാണ്ട്. ഇന്നത്തെ ഐറ്റമിന് എന്താണ് പേര് വരാൻ, ചിരട്ടേ അങ്ങനെ എന്തോ തേങ്ങാപ്പൂളോ അങ്ങനെ എന്തോ ആണ് പറയുക. അങ്ങനെ എനിക്ക് കറക്റ്റായിട്ട് പേരറിയില്ല. നമ്മളെ കോഴിമുട്ട ഉള്ളിലുണ്ടാവും. അതിൻ്റെ പുറത്ത് നമ്മളെ മറ്റേ ഇതിൻ്റെ സംഭവല്ലേ, എന്താണ് കട്ട്ലേറ്റിൻ്റെ തീന്, അത് പുറത്ത് കവർ ചെയ്തിട്ട് പിന്നെ ബ്രെഡ് ക്രംസിലൊക്കെ ഇതാക്കിങ്ങാണ്ട് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചിക്കൻ ഇട്ടിട്ട് നമ്മളെ സമൂസ കട്ട്ലേറ്റിന് ഉണ്ടാക്കുന്ന മാതിരി ചിക്കനൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അല്ലാതെ ചിക്കൻ ഇടാണ്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം അതിനുള്ള ഉരുളക്കിഴങ്ങ് വേവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അപ്പുറത്ത് നിന്ന് ഞാൻ ഉള്ളി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആ ഉള്ളി ഒന്ന് വഴച്ചെടുക്കണം. പിന്നെ രാത്രിത്തെ അത്താഴത്തിനുള്ള ചിക്കനൊക്കെ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കുക. അങ്ങനത്തെ അല്ലറ ചില്ലറ പണികളൊക്കെയാണ് ഇനിയുള്ളത്.
ഉരുളക്കിഴങ്ങൊക്കെ ഇത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോകുന്ന വരെ അപ്പോൾ നമുക്കിത് അതിൻ്റെ ബാക്കിയുള്ള മസാല കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. ഫസ്റ്റ് തന്നെ ഉള്ളിലൊക്കെ ഇട്ട് വാട്ടുക, പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മതി കേട്ടോ, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല അതൊക്കെ ഇടാം. മുളക് പൊടി ഇടുന്നുണ്ട്, ഞാൻ എന്തോ ഒരു ഫ്ലോയിലാ ഉപ്പിട്ടതാണ്, അത് മൈൻഡ് ചെയ്യേ വേണ്ട. അപ്പം അതൊക്കെ ഇട്ടിട്ട് നമുക്ക് ഉള്ളി ഒന്ന് വാട്ടിയെടുക്കുക. പിന്നെ നമ്മളെ നമ്മളെ ലീഫ് ഐറ്റംസിൽ കരിവേപ്പില, മല്ലിയില, പുതിനയില അതൊക്കെ കുറച്ച് ഇട്ടിങ്ങാണ്ട് അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. മസാലകളൊക്കെ ഇട്ട് പിന്നെ നമ്മളെ ഉരുളക്കിഴങ്ങ് ഇട്ടുങ്ങാണ്ട് ഒക്കെ നല്ല മിക്സ് ചെയ്ത് സെറ്റാക്കി വെച്ച് അതൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്ലോലി ഉണ്ടാക്കിയാൽ മതി. ഇനി അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് മറ്റേ പണിക്ക് നിൽക്കണം. അപ്പം അതൊക്കെ ഓരോന്ന് വഴിയെ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ആക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് കണ്ടച്ചത്തിരി മാത്രം എത്തയോ ഇല്ലയെന്ന് അറിയില്ലല്ലോ. അപ്പം നമുക്ക് വിചാരിച്ചു പുട്ടും കൂടി ആഡ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഓരോന്നിനും ഹെൽപ്പിനൊക്കെ എന്താണ് ഫുള്ള് ഹെൽപ്പിനും ഉണ്ടായതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ലേന് ഓരോ കാര്യങ്ങളും. പിന്നെ നമ്മളെ കോഴി നിറയ്ക്കാനുള്ള ഉള്ളി സംഭവങ്ങളും കട്ടയിൽ ഫുള്ള് ആണ് ചെയ്തത്. അപ്പോൾ നമുക്കിതാ ഓരോ പണികളായിട്ട് ഇവിടെ തീർത്ത് കൊടുക്കുക. അപ്പം ഇനി നമ്മളെ പുട്ടിൻ്റെ പണി നോക്കുന്നുണ്ട്. പുട്ട് നമ്മളെ ഡബിൾ ഹോസിൻ്റെ പുട്ട് ഭയങ്കര ഒരു ഒര ടൈപ്പല്ലേ, അതിനെക്കാട്ടും നല്ലത് അജ്മീൻ്റെ പുട്ടുപൊടി തന്നെയാണ് കേട്ടോ. അപ്പം അത് ഒന്ന് ജസ്റ്റ് ഗ്രൈൻഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആവും. അപ്പം അതിൻ്റെ പണികൾ അടുത്തുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ബാക്കി പണി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 4:30 ആയിട്ടാണ്. പരത്തലും കണിച്ചത്തിരി പരത്തി വെക്കലും അതൊക്കെ ഒന്ന് തീർത്ത് ഒരു 4:30 നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കി സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഒരു സടുകുടി എന്നുള്ള പരിപാടികളൊക്കെ ആയിരുന്നു പെട്ടെന്ന് ഉണ്ടാക്കുക. ചൂട് ഒന്ന് തണയും വേണമല്ലോ കൊണ്ടുപോകണതിന് മുന്നായിട്ട്. അപ്പോൾ ഉമ്മ അതിൻ്റെ കണിച്ചത്തിരിൻ്റെ പണികളൊക്കെ തീർത്തെക്കുന്നുണ്ട്.
അപ്പോൾ ഓരോന്നോരോന്ന് പൊരിച്ച് സെറ്റാക്കലും പിന്നെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര സ്പീഡായിട്ടുള്ള പരിപാടികളായിരുന്നു. കാരണം ഓവർ ലേറ്റ് ആക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ഒരു 5:30 ആകുമ്പോഴത്തേന് എല്ലാ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു. പിന്നെ ഇന്ന് നമ്മളെ സ്പെഷ്യലായിട്ട് മറ്റേ ആ സാധനം മാത്രമല്ല, വേറെ 2 ഐറ്റം കൂടിയുണ്ട്, മോമോസ്. അത് ഈ നോമ്പിൻ്റെ ഇടയിൽ എല്ലാ വീഡിയോസിലും കണ്ടിട്ടുണ്ട് ആ മോമോസ്. അത് ഇല്ലാണ്ട് ഒരു നോമ്പില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. പിന്നെ ഇങ്ങനെ പറയണോണ്ട് നോക്കൊന്നും വേണ്ട കേട്ടോ, എല്ലാ ദിവസവും ഇത് ഉണ്ടാക്കലൊന്നുമില്ല, ഇങ്ങനെ ഇടവിട്ട് ഉണ്ടാക്കും. ചിലപ്പോൾ അടുപ്പിച്ചുണ്ടാക്കും, ചിലപ്പോൾ ഇത് ഉണ്ടാക്കുന്നതല്ല, ഇത് ഫ്രോസൺ ആണ്. ഫ്രോസൺ നമുക്കിങ്ങനെ വാങ്ങാൻ കിട്ടുമല്ലോ, അപ്പം അത് വെച്ചിട്ട് ഉണ്ടാക്കണതാണ്. ഇതിൻ്റെ ഇടയിൽ 2-3 ദിവസമൊക്കെ ഇതേമാതിരി നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അൽഹംദുലില്ലാ നോമ്പൊക്കെ ഉഷാറായിട്ട് നോർത്തു. അപ്പോൾ ഇന്ന് ക്യാരറ്റ് കേക്ക് ഉണ്ടായിരുന്നു, ഫ്രൂട്ട്സ് സംഭവങ്ങൾ എല്ലാം വെച്ച് നോമ്പൊക്കെ തുറന്നു. പിന്നെ ഒരു 7:30 ആയപ്പം വീണ്ടും നമ്മൾ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് 10 o'clock വരെ ട്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ഫോണിൽ കളിച്ചെടുക്കണം, ഫ്രഷ് ആവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷമൊക്കെ ഇങ്ങനെയായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനിയും നല്ല നല്ല വീഡിയോസും വ്ളോഗ്സൊക്കെ കാണുന്നവരെ ടിൽ ദെൻ ബൈ.